ഇച്ഛാമൃത്യു അഥവാ നാം ആഗ്രഹിക്കുമ്പോൾ മാത്രം നമ്മുടെ മരണം. എല്ലാവരുടെയും സ്വപ്നമായിരിക്കും അങ്ങനെ ഒരു വരം ലഭിക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു വരം കിട്ടിയിട്ടും ജീവിതത്തിൽ മുഴുവനും ഒരു സ്വസ്ഥതയും കിട്ടാതെ മരണസമയത്ത് പോലും കഷ്ടതകൾ മാത്രം അനുഭവിക്കേണ്ടി വന്ന ഒരാളാണ് മഹാഭാരതത്തിലെ ഭീഷ്മർ. യുവരാജാവായിരുന്നിട്ടും രാജാവാകാൻ കഴിയാതെ പോയി. വിവാഹപ്രായത്തിൽ തന്നെ താൻ ഒരു നിത്യബ്രഹ്മചാരിയായി ജീവിച്ചോളാം എന്ന് ശപഥമെടുക്കേണ്ടി വന്നു. സ്വന്തം കുടുംബം കൺമുന്നിൽ വെച്ച് രാജ്യത്തിനായി പരസ്പരം ആക്രമിക്കുന്നത് കാണേണ്ടി വന്നു. ആഗ്രഹമില്ലാഞ്ഞിട്ടും അധർമ്മത്തിന്റെ കൂടെ നിന്ന് യുദ്ധം ചെയ്യേണ്ടി വന്നു. ഒടുവിൽ ശരശയ്യയിൽ കിടന്ന് മരണം. എന്തുകൊണ്ടാണ് ഭീഷ്മരുടെ ജീവിതം ഇത്രയും ദുസ്സഹമായത് എന്നറിയാമോ? പൂർവ്വജന്മത്തിൽ അഷ്ടവസുക്കൾ എന്നറിയപ്പെടുന്ന ദേവതകളിൽ ഇളയവനായ പ്രഭാസനായിരുന്നു ഭീഷ്മർ. ഒരു നാൾ വസിഷ്ഠമുനിയുടെ ആശ്രമത്തിലെ നന്ദിനി എന്ന പശുവിനെ കണ്ട പ്രഭാസന്റെ ഭാര്യ അതിനെ ആഗ്രഹിക്കുകയും പ്രഭാസൻ തന്റെ സഹോദരന്മാരുടെ സഹായത്തോടെ ആശ്രമത്തിൽ നിന്നും നന്ദിനിയെ മോഷ്ടിക്കുകയും ചെയ്തു. ഇതറിഞ്ഞ വസിഷ്ഠ മഹർഷി കോപിഷ്ഠനാവുകയും പ്രഭാസനെയും സഹോദരന്മാരെയും ഭൂമിയിൽ മനുഷ്യരായി ജന്മമെടുക്കാൻ ശപിക്കുകയും ചെയ്തു. പ്രഭാസൻ മാത്രം ഭൂമിയിൽ വളരെ കാലം ഒരു ബ്രഹ്മചാരിയായി ജീവിക്കണമെന്നും ആ ജന്മത്തിൽ ഒരിക്കൽ പോലും മനസമാധാനമില്ലാതെ കഴിയേണ്ടി വരും എന്നുകൂടി ശപിച്ചു. ഇതിന്റെ ഫലമായിട്ടാണ് ഭീഷ്മർ ശന്തനുവിന്റെയും ഗംഗാദേവിയുടെയും 8ാമത്തെ പുത്രനായി ജനിച്ചതും ജീവിതത്തിൽ കഷ്ടതകളെല്ലാം അനുഭവിക്കേണ്ടി വന്നതും. ഭീഷ്മരുടെ ജനനത്തെയും ജീവിതത്തെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനലിലെ താഴെ കാണിച്ചിരിക്കുന്ന വീഡിയോസ് കണ്ടാൽ മതി. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.